ഇത്രയും മോശപ്പെട്ട നാവും വർത്താനമുള്ള വേറൊരു കൂട്ടരില്ല. ഇന്ന് അല്ലാഹുവിന്റെ ഭൂമിയിൽ ലോകത്തേടയില്ല. അത്രയും നശിച്ചൊരു വർഗമായി ഈ വർഗം മാറി. ഉള്ളാളത്ത് മഹാനായ സയ്യിദ് മദനി തങ്ങളെ മക്കാമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ മുമ്പുന്ന ഇവൻ വെല്ലുവിളിക്കണ ഔലിയാക്കന്മാരെ ഉളുപ്പുണ്ടോ? ഇങ്ങനത്തെ വാക്കുകൾ മഹാന്മാരെ ഹദ്റത്ത് പോയിട്ട് പറയല. ഇതേതോ ചെറിയ മൊയ്ലാക്കുട്ടിയോ മുത്താലിമാണോ വിളിച്ചു പറയണത്? തന്തായില്ലേ ഉറക്കം വിളിച്ചു പറയല്ലേ? എങ്ങനെ സൈബർ ഗുണ്ടകളെ, എന്താ നിങ്ങളെ തൊണ്ടയില് ഉണ്ടയാണോ? തൊള്ള തുറക്കിങ്ങള് നിങ്ങളിങ്ങനെ ഈ സൈബർ പോരാളികൾ എന്നുള്ള പേരില് വാട്സപ്പിൽ ഇരുന്നിട്ട് മോങ്ങിയ പോരടാ ഏറെപ്പത്തരുണ്ടെങ്കിൽ ഇറങ്ങും പുറത്തേക്ക്. മൊയന്തിന് ഇത് നമ്മള് വായിച്ചപ്പോ അതെങ്കിലും ആ വാളക്കുളത്തിന് കേട്ടൂടെ, എന്നിട്ട് 2 ദിവസം മുമ്പ് ബടായി പൊട്ടിക്കുക. വളവള പറയുന്ന വളിഞ്ഞ ന്യായവുമായി വരുന്ന ഇളിയൻ ആണായി പിറന്നവനാണെങ്കിൽ, ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ ഈ സുലൈമാൻ ഫൈസി തെളിയിച്ചേ പറ്റൂ. അന്റെ മണ്ടക്ക് മുണ്ടമടി കൊണ്ട് പൊട്ടിട്ടും. ആണത്തമുള്ളവനാണെങ്കിൽ, അഭിമാനമുള്ളവനാണെങ്കിൽ, ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ 1000 കുതിരശക്തിയോടെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. തെളിയിക്കാൻ ആണായി പിറന്നവരുണ്ടോ? ഞാന പറഞ്ഞാ പോരടോ, ഞാന പറഞ്ഞാ പോരാ. അൻവരി ഉസ്താദ് അവിടെ പങ്കെടുത്ത, അഹ്സനി ഉസ്താദ് അവിടെ പങ്കെടുത്ത തെളിവെവിടെ? രേഖ എവിടെ? നിങ്ങൾക്ക് വായിൽ വന്നതൊക്കെ വിളിച്ചു കൂവിയിട്ട് പച്ച നുണ പറയാമെന്ന്. എന്നിട്ട് അയാൾക്ക് എല്ലാ ഊടും പാവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഈനാമ്പേച്ചിക്ക് മുട്ടിപ്പടി കൂട്ടുന്ന പറഞ്ഞമാതിരി ഇയാൾക്ക് മുട്ടിപ്പടി കൂട്ടായിട്ട് അവിടെ വേറെ ഒരു മുട്ടിത്തങ്ങളും. അയാള് ആണായി പിറന്നവനാണെങ്കിൽ, ഹലാലിൽ പിറന്നവനാണെങ്കിൽ, കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ, തന്റെ ഇടമുള്ളവനാണെങ്കിൽ ആ തെളിവാചറാക്കൂ. ഇത് ഉളുപ്പില്ലാതെ വായിൽ വന്നൊക്കെ വിളിച്ചു എത്ര പോരൂല ചങ്ങായി കാക്കങ്ങള്. ആ ചുമരമന്ത്രി വരച്ചൊക്കെ എത്ര നീളുണ്ട് ഉളുപ്പില്ലാത്ത ചങ്ങാതി. എന്നിട്ട് അയാൾക്ക് എല്ലാ ഊടും പാവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഈനാമ്പേച്ചിക്ക് മുട്ടിപ്പടി കൂട്ടുകാരമായി ഇയാൾക്ക് മുട്ടിപ്പടി കൂട്ടായിട്ട് അവിടെ വേറെ ഒരു മുട്ടിത്തങ്ങളും. ഉളുപ്പുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഞാഞ്ഞ പറയാൻ നിൽക്കുക. ഉളുപ്പില്ലാത്ത വർഗം, കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയെക്കാളും നാണിപ്പിക്കുന്ന തൊലിക്കട്ടി, അതിനായിട്ട് വിധിക്കപ്പെട്ട പാഴ്ജന്മങ്ങൾ. എത്ര വയസ്സായി കാക്കങ്ങൾക്ക് കണ്ണാടിയിലൊന്ന് നോക്കിക്കൂടെ? ഇന്ന് നിരക്കാൻ ബാക്കി വല്ല ഉണ്ടാ? അടവൊക്കെ തെറ്റി സേട്ട് പിടിച്ചോളാനായിട്ടില്ലേ? എന്നിട്ട് കള്ളത്തരം പറയും നിർത്തുന്നില്ല നിങ്ങൾ. പച്ച നോണ അള്ളാഹുവിന്റെ ദീനിന്റെ ശരിയായ വിഷയങ്ങൾ പറയുന്ന പോലിവാസം പറയുക. തെളിവ് കൊണ്ടുപാടോ? തെളിവുള്ള കാര്യം നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങളെ ഇരട്ടത്താപ്പ പറയുന്ന വ്യക്തി ആണത്തമുള്ളവനാണെങ്കിൽ, അഭിമാനമുള്ളവനാണെങ്കിൽ, ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ 1000 കുതിരശക്തിയോടെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. തെളിയിക്കാൻ ആണായി പിറന്നവരുണ്ടോ? ഞാന പറഞ്ഞാ പോരടോ, ഞാന പറഞ്ഞാ പോരാ. അൻവരി ഉസ്താദ് അവിടെ പങ്കെടുത്ത, അഹ്സനി ഉസ്താദ്. എന്നിട്ട് അയാൾക്ക് എല്ലാ ഊടും പാവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഈനാമ്പേച്ചിക്ക് മുട്ടിപ്പടി കൂട്ടുന്ന പറഞ്ഞമാതിരി ഇയാൾക്ക് മുട്ടിപ്പടി കൂട്ടായിട്ട് അവിടെ വേറെ ഒരു മുട്ടിത്തങ്ങളും. എല്ലാ സാദാത്യങ്ങളെയും ആദരിക്കണം. എല്ലാ സാദാത്യങ്ങളെയും. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണോ ആദരിച്ചോളണം. ആ സുലൈമാൻ മൂലർക്ക് എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് മുഴുവൻ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയ മുടിയനായ പുത്രൻ അതാ വരുന്നു, അബ്ദുൽ മജീദ് മൗലവി. കയ്യിലൊരു വടിയും പിടിച്ചിട്ട് നടേ വടിപിടിയൻ മുന്നിലും അനുയായികൾ പുറകിലും പോവാണ്. ചലക്കാതെ പോ. നിങ്ങൾക്ക് തൂങ്ങി ചത്തൂടോ? നിങ്ങൾക്ക് തൂങ്ങി ചത്തൂടെ? നിങ്ങൾക്ക് വെച്ചൊക്കെ നിങ്ങളെയും മണ്ണാങ്കട്ടന്നെ. ഇത്രയും മോശപ്പെട്ട നാവും വർത്താനമുള്ള വേറൊരു കൂട്ടരില്ല. ഇന്ന് അല്ലാഹുവിന്റെ ഭൂമിയിൽ ലോകത്തേടയില്ല. അത്രയും നശിച്ചൊരു വർഗമായി ഈ വർഗം മാറി. തേങ്ങാക്കൊലി ചങ്ങായി എന്ത് കുന്താനക്ക് തിരിയ? അതിൽക്കൊരാളെ കുറവും കൂടി ഉണ്ട് കേട്ടോ. ആ നയൽവാദിയുടെ മോണ്ടല്ല അഹമ്മദ്, ഓനും കൂടി ഒന്ന് കൂട്ടായിരുന്നു. അപ്പോൾ പൂർത്തിയായി. കലാശ് സബാഷ്. എന്നിട്ട് ചെറുശോലയിലുള്ള ഇവരൊരു വ്യാജ ഫഖീഹിന്റെ ഫത്വയും പിന്നെന്തിനായ പ്രസംഗത്തിൽ പറഞ്ഞു. മോൻ സാക്ഷ്യപ്പെടുത്തപ്പോ ഇന്റർനാഷണൽ ബിസിനസ്മാൻ. ഈ കുറയ്ക്കുന്ന ജാതികളെ കൊരൊന്നും കേട്ട് നമ്മളതിന്റെ വയ്യൊക്കെ പോകണ്ട. അതിങ്ങനെ ചീമുടി പോലെ ഒച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനെ മെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമേ നമുക്കില്ല. ഉളുപ്പില്ലടോ നിങ്ങൾക്ക്?
എന്ന പേരിൽ അറിയപ്പെടുന്ന എരപ്പാളികളെ നിങ്ങൾക്ക് അതിനോടുള്ള നിലപാട് അതൊന്ന് വ്യക്തമാക്കണം. ഇവനൊക്കെ കഴുത എന്ന് വിളിച്ചാൽ മതിയോ? അങ്ങനെയാണോ അതിന്റെയൊക്കെ മനസ്സിലാക്കേണ്ടത്? എന്നാ നിങ്ങൾക്ക് ഇതാ സംഘടനാ രംഗത്ത് നിങ്ങളെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂറ്റൻ പാര കടന്നു വരട്ടെ. ആണായി പിറന്നവനാണെങ്കിൽ, വീണ്ടും ഞാൻ പറയുന്നു, അനക്ക് അസുലും ഫസുലും ഉണ്ടെങ്കിൽ, അനക്ക് തന്റെ വിഷയത്തിൽ പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ, നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവുണ്ടെങ്കിൽ തെളിയിക്കട. ആൺകുട്ടിയാണെങ്കിൽ ഞാൻ അവിടേക്ക് പിരിവിട്ടല്ലോ. ഇത് വാപ്പാനെ വിറ്റിട്ട് കാശാക്കണ മുടിയനായ പുത്രനല്ലേ മാണിക്കക്കല്ലേ? ഇപ്പൊ മൂപ്പര് എല്ലായിടത്തും കൊണ്ടടക്കുക. ഇനി മൂപ്പര് ഇരിക്കും. കാരണം എന്താ? മറ്റാളെ കിടത്തിയിട്ട് മൂപ്പര് ഇരിക്കാൻ പോകുന്നൊരു കാലുണ്ട്. ചോദിച്ചോളി, വാക്ക് നന്നാകണം, കൗലൻ ലയ്യിന, നല്ല സംസാരം, ഈ പരുക്കൻ സ്വഭാവം ഒഴിവാക്കണം. ഇതൊക്കെ പഠിക്കൽ അല്ലാഹുവിന്റെ മശായിഖന്മാരെ സന്നിധിയിൽ നിന്നാണ്. അവരാണ് ഈ അധ്യാപനങ്ങൾ നമുക്ക് നൽകുക. കാന്തപുരം ഗുണ്ടകളെ, വാളക്കുള അന്നോടാ പറഞ്ഞ അന്റെ ഒക്കെ അന്തം കമ്മിത്തരേ, ഇതൊക്കെ കേട്ടിട്ട് ഈയൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. എന്റെ വെറ്റില മൗലവി വരട്ടെ. അയാള് എന്നിട്ടോ ഓട്ട മത്സരം നടത്തിയപ്പോ അയാള് മുഴുവനും ബടായിയുടെ മൊയിലിയാരാ, മുഴുവനും കോമഡിയാ, വിടലൻ കബീറ. അപ്പളക്കപ്പൊ ഓരോ കഥകളുണ്ട് മെനകളാളാ. ഈ കൂറ്റൻ പാര നിങ്ങൾക്ക് പാരായിട്ട് മാറിയാണ്. ആ ലൈസുല്ലുലമുണ്ടല്ലോ, ലൈസ് മണ്ണെണ്ണയെ പിരിക്കുക എന്നിട്ടുള്ള വലിയ കണ്ടുപിടുത്തൊക്കെ ആയിട്ട് കടന്നു വന്ന സാക്ഷാൽ നമ്മളെ സുഹൃബ നടത്തിയ AP അബ്ദുൽ ഹക്കീം മൗലവി, AP സമസ്തയുടെ കുഞ്ഞാടുകൾ മാറിയില്ലേ? ആരാണ് എഴുതുന്നത്? എന്താ നിങ്ങൾ പറയുന്നത്? ഏത് സംസ്കാരമാ നിങ്ങൾക്ക് കിട്ടിയത്? എവിടെ നിന്നാണ് നിങ്ങൾക്കിത് കിട്ടിയത്? ചോദിച്ചോളി, വാക്ക് നന്നാകണം, കൗലൻ ലയ്യിന, നല്ല സംസാരം, ഈ പരുക്കൻ സ്വഭാവം ഒഴിവാക്കണം. ഇതൊക്കെ പഠിക്കൽ അല്ലാഹുവിന്റെ മശായിഖന്മാരെ സന്നിധിയിൽ നിന്നാണ്. അവരാണ് ഈ അധ്യാപനങ്ങൾ നമുക്ക് നൽകുക. ഇത്രയും മോശപ്പെട്ട നാവും വർത്താനമുള്ള വേറൊരു കൂട്ടരില്ല. ഇന്ന് അള്ളാന്റെ ഭൂമിയിൽ ലോകത്തേടയില്ല. അത്രയും നശിച്ചൊരു വർഗായി വർഗം മാറി. തേങ്ങാക്കൊലി ചങ്ങായി, എന്ത് കുന്താനക്ക് തിരിയാ?